ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ടേമിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ISMന്റെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ ഏറ്റവും നല്ല രൂപത്തിൽ യുവാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 10,000-ഓളം യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ എറണാകുളത്ത് വെച്ച് സമ്മേളനം നടത്തിയിരുന്നത്. അങ്ങനെ ഈലാഫിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, വെളിച്ചത്തിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, ഫ്യൂച്ചറിസ്റ്റിന്റെ പ്രവർത്തനങ്ങളാകട്ടെ എല്ലാം വ്യവസ്ഥാപിതമായിട്ട് അതിനെ ആ രൂപത്തിലായി മാറാൻ കാരണം ഈ ഇരിക്കുന്ന ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട ISMന്റെ പ്രവർത്തനം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. വെളിച്ചം പഠന പദ്ധതിയൊക്കെ 10,000-ഓളം ആളുകൾ ഇപ്പോഴും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി അതിന്റെ പ്രവർത്തനം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ടൈമിൽ 4 സംസ്ഥാന സംഘടനകൾ വിപുലമായ രൂപത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനിയും അത് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായങ്ങളും പിന്തുണയും വേണം എന്നാണ് എനിക്ക് ഈ സദസ്സിനോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്, ഇനിയിപ്പോൾ ഒരു കൗൺസിൽ കൂടി സമാപനം എന്നുള്ള ഒരു കൗൺസിൽ കൂടി വന്നേക്കാം. അപ്പോഴൊക്കെ ഞങ്ങൾ 8 പേർ ISMൽ നിന്ന് ഇവിടെ പറയുന്ന ആളുകളാണ്. ദീർഘകാലം ISMന്റെ കൂടെ നിന്ന് ISMൽ കൂടെ പ്രവർത്തിച്ച് അപ്പോൾ മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും. ISMന്ന് ഇവിടെ പറഞ്ഞു പോകും, ഇവിടെ പറയാതെ നിങ്ങൾ വിടുകയെന്ന് അറിയാം. പ്രായം പറ്റുന്നതാണ്. അപ്പോ എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു സമയം പ്രത്യേകിച്ച് യുവത്വം എന്ന് പറയുന്ന ഒരു സമയം, വലിയ പ്രശ്നങ്ങളുള്ള സമയം, സാധാരണ വിവാഹാലോചന നടക്കുന്ന ഒരു സമയം, ജോലി അന്വേഷിക്കുന്ന ഒരു വിഷയം, പഠിക്കുന്ന ഒരു സമയം, എല്ലാം പ്രശ്നമാണ്. ഒരു കേന്ദ്രക്കാർക്ക് അത്ര പ്രശ്നമില്ല. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരായി, ജോലിയുള്ള ആൾക്കാരായി. പക്ഷെ ISMന്റെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അപ്പൊ അതിനിടയിലാണ് നമ്മൾ ഈ സംഘടനയെ കൊണ്ടുപോകുന്നത്, യുവാക്കളെ ധാർമ്മിക പാതയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതാണല്ലോ അത്തരത്തിൽ കൊണ്ടുപോകുന്ന ആളുകൾ. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തുകൂടുന്ന ഒരു ടീമാണ് യുവാക്കൾ. ആ യുവാക്കളെ കൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് പരലോകത്ത് തണൽ വിരിക്കപ്പെടുന്ന അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു കൂട്ടർ യുവാക്കളാണ് എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിസന്ധി ഒരുപാടുണ്ടായിട്ടും റബ്ബിന്റെ മാർഗത്തിൽ സംഗമിക്കാൻ തയ്യാറാകുന്ന യുവാക്കൾ അവർ ആത്മാർത്ഥതയുള്ളവരാണ് എന്നർത്ഥം. അത്തരം ആളുകൾക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകുമെന്നില്ല. ISMന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഒക്ടോബർ ഡിസംബർ വരെയുള്ള ഓരോ